അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. ഈ യോഗം നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ബഹുമാനനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇതിൻ്റെ സമുദ്ഘാടനം നിർവഹിക്കുന്ന ആദരണീയനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, വേദിയിലുള്ള മുസ്ലിം ലീഗിൻ്റെ ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ KM ഖാദർ മൊയ്തീൻ സാഹിബ് XMLA, ബഹുമാന്യരായ പാർട്ടിയുടെ ദേശീയ നേതാക്കൾ ET മുഹമ്മദ് ബഷീർ സാഹിബ്, MP അബ്ദുൽ സമദ് സമദാനി സാഹിബ്, PV അബ്ദുൽ വഹാബ് സാഹിബ്, ഡോക്ടർ MK മുനീർ സാഹിബ്, KPA മജീദ് സാഹിബ്, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പാർട്ടിയുടെ ദേശീയ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് മുസ്ലിം ലീഗിൻ്റെ കേരള സംസ്ഥാന കമ്മിറ്റി ഐതിഹാസികമായ ഒരു പ്രതിഷേധ കൂട്ടായ്മയ്ക്കാണ് ഈ കോഴിക്കോട് കടപ്പുറത്തെ സാക്ഷിയാക്കിയത്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ് ഈ അറബിക്കടലിൻ്റെ തീരത്ത് മറ്റൊരു ജനസാഗരം തീർത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലും കേരളത്തിലും നടക്കുന്ന ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ, സർക്കാരിൻ്റെ നീതിരഹിത പ്രവർത്തനങ്ങൾക്കെതിരെ, ഭരണഘടനാപരമായ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനെതിരെ, മൗലികാവകാശങ്ങൾ ധ്വംസിക്കുന്നതിനെതിരെ എക്കാലത്തും മുസ്ലിം ലീഗ് ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. കാലികമായി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം നിങ്ങൾക്കറിയാം. ഭരണഘടനാ വിരുദ്ധമായ, ഇന്ന് സുപ്രീം കോടതിയിൽ അത് സംബന്ധിച്ച ചർച്ച നടന്നപ്പോൾ, ഡിബേറ്റ് നടന്നപ്പോൾ അതിശക്തമായി കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ഭരണഘടനാ സാധ്യതയെക്കുറിച്ച്, സാധുതയെക്കുറിച്ചൊക്കെ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. തികച്ചും ഭരണഘടനാ വിരുദ്ധമായ, രാജ്യത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെയും ആചാര അനുഷ്ഠാന സ്വാതന്ത്ര്യത്തെയും അട്ടിമറിക്കുന്ന ഈ നിയമനിർമ്മാണത്തെ മുളയിലെ എതിർക്കാൻ മുസ്ലിം ലീഗ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ലോകസഭയിലും രാജ്യസഭയിലും നടന്ന ഡിബേറ്റുകളിൽ ശക്തമായി മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ നിയമം ജനവിരുദ്ധമാണ്, മതേതര വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ശക്തമായി ലോകസഭയിൽ ബഹുമാന്യരായ ബഷീർ സാഹിബും സമദാനി സാഹിബും ഗനി അവർകളും വ്യക്തമായി ബോധിപ്പിച്ചിട്ടുണ്ട്. രാജ്യസഭയിൽ ബില്ല് വന്നപ്പോൾ ആദരണീയനായ വഹാബ് സാഹിബും ഹാരിസ് ബീരാൻ MP-യും അതിശക്തമായി ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളുടെയും ആദരണീയരായ ഊർജ്ജസ്വലരായ പ്രാസംഗികന്മാരും നേതാക്കളും ഇത് സംബന്ധിച്ച വാദമുഖങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു കാലത്തും ഉണ്ടാകാത്തൊരൈക്യം ഇന്ത്യ മുന്നണിയിൽ പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ് അവരുടെ മുന്നണിക്ക് പുറത്തുള്ള ചില സംഘടനകളുടെ താൽക്കാലികമായ പിന്തുണയോടുകൂടിയാണ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് ഈ നിയമം പാസാക്കിയത്. അത്രത്തോളം ജനവിരുദ്ധവും ജനകീയവുമല്ലാത്ത ഒരു നിയമമാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവന്നത്. രാജ്യത്തിലെ ഭരണഘടന പ്രതിനിധാനം ചെയ്യുന്ന ഈ രാജ്യത്തിലെ മതവിശ്വാസികൾക്ക് നൽകുന്ന ആചാര സ്വാതന്ത്ര്യത്തെയാണ്, വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഈ നിയമത്തിലൂടെ ധ്വംസിച്ച് കളഞ്ഞത്. വഖഫിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. വഖഫ് ഒരു വ്യക്തി, ഒരു കുടുംബം,
ഒരു സംവിധാനം ദൈവത്തിൻ്റെ പേരിൽ അവരുടെ സ്വത്തുക്കൾ വകയിരുത്തുന്നതാണ്. അത് ദൈവത്തിനാണ് നൽകുന്നത്. ദൈവത്തിന് നൽകുമ്പോൾ അത് എന്ത് കാര്യത്തിന് ഉപയോഗിക്കണം എന്നുള്ള അവരുടെ അഭിപ്രായം കൂടി അതിൽ രേഖപ്പെടുത്തും. ആ അഭിപ്രായത്തിന് സ്വത്ത് ഉപയോഗപ്പെടുത്തണം. വഖഫ് ചെയ്തു കഴിഞ്ഞാൽ ആ സ്വത്ത് പിന്നീട് ദൈവത്തിൻ്റെതാണ്. അത് എല്ലാ മതവിഭാഗങ്ങളും അങ്ങനെ തന്നെയാണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ ദേവസ്വം ബോർഡിൻ്റെ സ്വത്തുക്കൾ ഹൈന്ദവ ദൈവങ്ങളുടേതാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സ്വത്ത് സംബന്ധിച്ച ഒരു വിധിന്യായത്തിൽ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സ്വത്ത് ദൈവത്തിൻ്റെതാണ്. അതിൽ കൈകാര്യം ചെയ്യാനല്ലാതെ കൈമാറ്റം ചെയ്യാനും ഇല്ലാതാക്കാനും മറ്റുള്ളവർക്ക് വിൽക്കാനും ലീസിന് കൊടുക്കാനും എന്നുള്ള അധികാരം ദേവസ്വം ബോർഡിനില്ല. അത് കൈകാര്യം ചെയ്യുക മാത്രമേ, ആ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി കൈകാര്യം ചെയ്യുക മാത്രമാണ് ദേവസ്വം ബോർഡിൻ്റെ അധികാരമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട്. അതുതന്നെയാണ് വഖഫ് ബോർഡിൻ്റെയും സ്ഥിതി. അത് കൈകാര്യം ചെയ്യുകയാണ് വഖഫ് ബോർഡ് ചെയ്യുന്നത്. അത് സംരക്ഷിക്കുകയാണ്. ആ വാഖിഫ്, ഇത് വഖഫ് ചെയ്ത മനുഷ്യൻ അല്ലെങ്കിൽ സംവിധാനം എന്താണോ അതുകൊണ്ട് ആഗ്രഹിച്ചത് അത് നടപ്പിലാക്കുകയാണ് വഖഫ് ബോർഡിൻ്റെ ദൗത്യം. അതല്ലാതെ അവരിതിൻ്റെ ഉടമകളല്ല, ഉടമസ്ഥാവകാശമില്ല. ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന പോലെ 9 ലക്ഷത്തിലേറെ ഏക്കർ ഭൂമി വഖഫ് ബോർഡിൻ്റെ ഉടമസ്ഥതയിലാണ് എന്ന വ്യാജ പ്രചാരവേല നടക്കുകയാണ്. ഇതുപോലെ ഒരുപാട് പ്രചാരവേലകൾ രാജ്യത്ത് നടക്കുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ നിയമമെന്ന് ഒരിക്കൽ ഇന്ത്യയുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ദളിതരുടെ രക്ഷയ്ക്കാണ് ഈ നിയമമെന്നാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കണം, അദ്ദേഹം വ്യക്തമാക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തോട് കൂടെയുള്ള ആളുകൾ പറയണം എന്ത് നന്മയാണ് ദളിതർക്ക് ഈ വഖഫ് നിയമത്തിലൂടെ കിട്ടാൻ പോകുന്നത്. എന്ത് നന്മയാണ് രാജ്യത്തിലെ മുസ്ലിം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ നിയമ ഭേദഗതിയിലൂടെ ലഭിക്കാൻ പോകുന്നത്. പച്ചക്കള്ളം പറഞ്ഞ് ആട്ടിനെ പട്ടിയാക്കുന്ന പ്രചാരവേലകളുമായി ഈ ഗവൺമെൻറ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ നമുക്കറിയാം മുനമ്പം വിഷയമുണ്ട്. ആ മുനമ്പത്തെ ആളുകൾക്ക് ഭൂമി കിട്ടാനുള്ള നിയമമാണ് ലോകസഭ പാസ്സാക്കിയത് എന്ന് അത് പാസ്സാക്കുന്നത് വരെ BJPയുടെ നേതാക്കന്മാർ, കേന്ദ്രമന്ത്രിമാർ, പ്രധാനമന്ത്രി പോലും പ്രസംഗിച്ച് നടന്നതാണ്, പ്രസ്താവന ഇറക്കിയതാണ്. എല്ലാം കഴിഞ്ഞ് നിയമം പാസ്സായി കഴിഞ്ഞ ശേഷം ഇന്നലെ മുനമ്പത്ത് വന്നിട്ട് കേന്ദ്രമന്ത്രി റിജു പറഞ്ഞത് ഇനിയും സുപ്രീം കോടതി വിധി വരെ കാത്തിരിക്കേണ്ടി വരും. ഞങ്ങളും പറഞ്ഞു അത് തന്നെയാണ്. ഈ നിയമവും ഈ നിയമനിർമ്മാണം ഈ നിയമ ഭേദഗതി മുനമ്പം വിഷയവുമായി യാതൊരു ബന്ധവുമില്ല. ഇത് രാജ്യത്തിലെ വഖഫ് സ്വത്തുക്കൾ ഗവൺമെന്റിന് കൈക്കലാക്കാനുള്ള നീക്കമാണ്. വഖഫ് ഭൂമികൾ സർക്കാരിന് ഏറ്റെടുക്കാനുള്ള അവകാശം നൽകുന്ന ഭേദഗതിയാണ് പാസാക്കിയത്. വഖഫ് ബോർഡിൽ വെറും 4 അംഗങ്ങൾ മാത്രമേ മുസ്ലിങ്ങളുടേതായി വേണ്ടതുള്ളൂ പുതിയ ഭേദഗതി അനുസരിച്ച്. ബാക്കിയുള്ള അംഗങ്ങളെ മുഴുവൻ മുസ്ലിങ്ങളല്ലാത്തവരെ നിയമിക്കാനുള്ള അവകാശം, അധികാരം ഈ നിയമ ഭേദഗതിയിലൂടെ നൽകുകയാണ്. വഖഫ് കൈകാര്യം ചെയ്യേണ്ടത്, അത് നടപ്പിലാക്കേണ്ടത് ഇസ്ലാമിക തത്വശാസ്ത്രം വിധിപ്രകാരമാണ്. അതറിയാവുന്ന ആളുകളാണ് അതിൻ്റെ ബോർഡിൽ ഉണ്ടാകേണ്ടത്. പക്ഷെ പുതിയ ഭേദഗതി പ്രകാരം വെറും 4 അംഗങ്ങൾ മാത്രം മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടായാൽ മതി. ഗവൺമെൻറ്റിന് ഇത് ഏറ്റെടുക്കാം. കലക്ടർക്ക് വഖഫ് ട്രിബ്യൂണലിൻ്റെ നിയമത്തിന് മുകളിൽ കലക്ടർക്ക് വിധി പറയാം. ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് വിധി പ്രസ്താവിക്കേണ്ടത് കലക്ടറാണ്, ഗവൺമെൻറ് സംവിധാനമാണ് എന്നുകൂടി ഭേദഗതിയിലൂടെ വരുന്നു. ഭരിക്കുന്ന ഗവൺമെൻറ്റിന് വഖഫ് ഭൂമികൾ അട്ടിമറിക്കാനുള്ള എല്ലാ സൗകര്യവുമാണ് ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരിക്കുന്നത്. ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് പരിശുദ്ധമായ, പവിത്രമായ, പരിപാവനമായ ലക്ഷ്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച സ്വത്തുക്കൾ നശിപ്പിക്കാൻ, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് പിറകോട്ട് പോകാൻ അവസരം നൽകുന്ന ഒരു ഭേദഗതിയാണ് ഈ പാർലമെൻറ്റ് പാസ്സാക്കിയത്. പാർലമെൻറ്റിൽ 5 കൊല്ലത്തെ കാലാവധിക്ക് തിരഞ്ഞെടുക്കുന്ന പാർലമെൻറ്റാണ്. താൽക്കാലികമായി ഭൂരിപക്ഷം കിട്ടിയേക്കും. ആ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ
രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ നമ്മുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും പൗരസ്വാതന്ത്ര്യവും മൗലികാവകാശങ്ങളും വിശ്വാസ സ്വാതന്ത്ര്യവുമൊക്കെ ഹനിക്കുന്ന ഒരു നിയമം കൊണ്ടുവരാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. അതുകൊണ്ടാണ് പാർലമെൻറ്റിനകത്ത് ഈ നിയമം ചർച്ചയ്ക്ക് വന്നപ്പോൾ വളരെ ശക്തമായി ഇന്ത്യ മുന്നണിയുടെ മറ്റു മെമ്പർമാരോടൊപ്പം അതിശക്തമായി മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ ശക്തമായി വാദിച്ചത്, പ്രതികരിച്ചത്. അത് കഴിഞ്ഞ് ഇത് ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് പോയി. രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി അത് നിയമമായി മാറി. ആ നിയമത്തെ ചോദ്യം ചെയ്യേണ്ടത് ഇനി കോടതിയിലാണ്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യമായി ചെന്നത് മറ്റ് നിയമങ്ങളിൽ എന്ന പോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. ആ മുസ്ലിം ലീഗിൻ്റെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുകയാണ്. അതിലാണ് കോടതിയുടെ തന്നെ ചില പരാമർശങ്ങൾ ഗവൺമെൻറ്റിനെതിരായി വന്നത്. ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽക്കെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിശക്തമായാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തോട് പല കാര്യങ്ങളിലും വ്യക്തത വരുത്താൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ കൂടി വാദമുണ്ട്, നമുക്ക് പ്രതീക്ഷയുണ്ട്. നീതിന്യായ കോടതിയിൽ നമ്മൾ അർപ്പിക്കുന്നു. രാജ്യത്തിലെ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമനിർമ്മാണത്തിന് പരമോന്നത കോടതി ചൂട്ടുപിടിക്കില്ല എന്ന വിശ്വാസമാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. അപ്പോൾ കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യാൻ മുസ്ലിം ലീഗ് മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നിയമം ജനവിരുദ്ധമാണ്, ജനങ്ങൾക്കെതിരാണ്, നീതിരഹിതമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ജനങ്ങളെ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ, പ്രതിഷേധം അറിയിക്കാൻ ഒരു കൂട്ടായ്മ ഈ കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ചതും മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെയാണ്. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത്ര വലിയൊരു ജനക്കൂട്ടം അവരുടെ പ്രതിഷേധം സമാധാനപരമായി വ്യവസ്ഥാപിതമായി ഇവിടെ ഉന്നയിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. ഗവൺമെൻറ് പാർലമെൻറ്റിലെ ചർച്ചകളിൽ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. കോടതിയിലെ വാദമുഖങ്ങൾ അവരെതിർക്കുന്നു. ഈ ജനകീയ വികാരങ്ങൾ കൂടി കണ്ടില്ലെന്ന് നടിച്ചാൽ ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ആർക്കും പിടിവാശിയൊന്നുമില്ല. പക്ഷേ ഗവൺമെൻറ് ഇക്കാലം അത്രയും അതിന് തയ്യാറായിട്ടില്ല. അപ്പം ഇതിൻ്റെ പിറകിലുള്ള ശക്തികൾ ഈ പ്രശ്നം വലിയ പ്രതിഷേധം കണ്ടതിൻ്റെ പേരിലാണ് പിൻവലിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇതും കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ആദരണീയരായ നമ്മുടെ അതിഥികൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് പഞ്ചാബിൽ നിന്നുള്ള ലോകസഭാ അംഗം ബഹുമാന്യനായ അമരീന്ദർ സിംഗ് രാജ വാരി ആയിരുന്നു. അദ്ദേഹം പാർലമെന്റിൽ ലോകസഭയിൽ ഈ വഖഫ് ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിശക്തമായാണ് വാദിച്ചത്. നമ്മളൊക്കെ കണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ വൈറലായിരുന്നു. വളരെ ശക്തമായി ഭരണഘടനാ വകുപ്പുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഈ ബില്ലിനെതിരെ അതിശക്തമായി പോരാടിയിട്ടുണ്ട്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു 5-6 വർഷക്കാലം. പഞ്ചാബിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. ഇപ്പോൾ പഞ്ചാബ് PCCയുടെ പ്രസിഡന്റുമാണ്. അദ്ദേഹം ഇന്ന് രാവിലെ ലുധിയാനയിൽ നിന്ന് ബാംഗ്ലൂർ വഴി കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും പുറപ്പെടാൻ ഒരുങ്ങുകയും ചെയ്തപ്പോഴാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ കയ്യിലുള്ള ചില ഏജൻസികൾ ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാക്കന്മാരെ പൂട്ടുന്ന ചില വിദ്യകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയത്. ED അദ്ദേഹത്തിന് സമൻസ് അയച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി